വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഒരു ഷോപ്പിംഗ് വ്ളോഗാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ബൈക്കിനാണ് പോകുന്നത്. നല്ല വെയിലും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ഇക്കാർക്ക് കുറച്ച് കാര്യങ്ങൾ ഷോപ്പ് ചെയ്യാനുണ്ട്. അതുപോലെ തന്നെ ഭാവിയായിട്ടുള്ള ഒരു നല്ലൊരു യാത്രയും കൂടെ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഓക്കെ, എല്ലാം എൻ്റെ വീട്ടിലുണ്ടാവുന്ന ഒരു കാര്യമാണ്. ഇറങ്ങാതെ വന്നാൽ അത് കണ്ടില്ല ഇത് കണ്ടില്ല എന്നൊക്കെ പറയും. അപ്പോൾ വീട്ടിൽ നിന്ന് നേരെ സക്കിനെ കൊണ്ട് പോയത് ക്യാരി ബാഗ് വാങ്ങാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ബൈക്കിൽ യാത്ര ചെയ്യുമ്പോൾ കുറച്ചും കൂടെ എളുപ്പമായിട്ട് എനിക്ക് തോന്നിയത് ക്യാരി ബാഗ് യൂസ് ചെയ്യുമ്പോഴാണ്. അത് ഞങ്ങൾ നേരെ കയറിയത് ഫുഡ് കഴിക്കാനാണ്. ആ സമയത്ത് എനിക്ക് ക്യാരി ബാഗ് ഹെൽപ്ഫുൾ ആയിരുന്നു കേട്ടോ. കാരണം രണ്ട് കൈയും ഫ്രീ ആണല്ലോ, അപ്പോൾ ഫുഡൊക്കെ കഴിക്കാൻ എളുപ്പമായിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ നേരെ പോയത് കൊച്ചിനെ ഫീഡ് ചെയ്യണമല്ലോ. അപ്പോൾ ഏതെങ്കിലും ഹോസ്പിറ്റലിൽ കിട്ടുമെന്ന് നോക്കി അവസാനം ഒരു ഡെൻറ്റൽ ക്ലിനിക്കിൽ കയറി. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഫീഡ് ചെയ്യാനുള്ള സ്ഥലമൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. പക്ഷെ നമ്മൾ ചോദിച്ചപ്പോൾ തന്നെ അവർ നമുക്ക് റൂം അറേഞ്ച് ചെയ്ത് തന്നു. പിന്നെ ഫീഡ് ചെയ്ത് കഴിഞ്ഞാൽ പുറത്തിറങ്ങിയപ്പോഴേക്കും അവർ കൊച്ചിനെ എടുത്തുകൊണ്ട് പോയിട്ട് സിസ്റ്റർമാർ, പിന്നെ അവരായിട്ടുള്ള കളിയും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അത് കഴിഞ്ഞ് നമ്മൾ നേരെ പോയത് മറൈൻ ഡ്രൈവിലേക്കാണ് കേട്ടോ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇവനും കൊണ്ടുള്ള യാത്ര അടിപൊളിയായിരുന്നു കേട്ടോ. കാരണം നമ്മൾ കണ്ട കാര്യങ്ങളൊക്കെ അവനെയും കൂടെ കാണിച്ചു കൊടുക്കുക എന്നുള്ളത് ഭയങ്കര നല്ലൊരു അനുഭവമായിരുന്നു. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഫുഡ് എന്താ കഴിച്ച് എന്ത് ചെയ്തതെന്ന് പോലും നമുക്ക് ഓർമ്മയില്ല. പക്ഷേ ഇവനെയും കൊണ്ട് ഇങ്ങനെ നടക്കുക അതൊരു രസമായിരുന്നു കേട്ടോ. ഇപ്പോൾ മാവയായിട്ടുള്ള കറക്കമൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ നേരെ പോയത് ലുലുവിലേക്കാണ് കേട്ടോ. കാരണം കുറച്ച് ഷോപ്പ് ചെയ്യാനുണ്ട്, അതുപോലെ തന്നെ മാവേനെ ഫീഡ് ചെയ്യിക്കുകയും ചെയ്യാമല്ലോ. ലുലുവിൽ വന്നതിന് ശേഷം ഫസ്റ്റ് ചെയ്ത കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വാവയുടെ ഡയപ്പറും കാര്യങ്ങളൊക്കെ മാറ്റി അവനൊന്ന് തുടച്ചെടുത്ത് ഡ്രസ്സൊക്കെ മാറ്റി ഫീഡ് ചെയ്തതിന് ശേഷമാണ് ബാക്കി കാര്യങ്ങളിലേക്ക് പോയത്. അപ്പോൾ ഞാൻ എല്ലാം കഴിഞ്ഞ് പുറത്തേക്ക് വന്നപ്പോഴേക്കൊക്കെ പുറത്ത് വെയിറ്റ് ചെയ്തിരിപ്പുണ്ടായിരുന്നു. പിന്നെ നമ്മൾ ചെറിയ എന്തോ കടി കഴിച്ചു. അതിനുശേഷം നമുക്ക് ഷോപ്പിങ്ങും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്യാന്നുള്ള രീതിയിൽ ചായ കുടിച്ചതിന് ശേഷം പുറത്തേക്ക് ഇറങ്ങിയിട്ടോ. അപ്പോൾ ഇക്കാക്ക് അതിൻ്റെ അടുത്ത് പറയുന്നത് എൻ്റെ വീഡിയോ എടുക്കരുത് എന്നുള്ള ഒരു രീതിയിലാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ദേഷ്യപ്പെടുന്നത്. ഇപ്പോൾ പ്രഗ്നൻ്റ് ആവുന്നതിന് മുമ്പ് ഞാനൊക്കെ വന്നിട്ട് ഇവിടെ എല്ലാ റൈഡിലും കയറിയിട്ടുണ്ടായിരുന്നു കേട്ടോ. കാരണം പിന്നീട് വാവ ഉണ്ടായി കഴിയുമ്പോൾ അല്ലെങ്കിൽ പ്രഗ്നൻ്റ് ആകുമ്പോൾ കയറാൻ പറ്റില്ല എന്നുള്ള രീതിയിൽ നമ്മളെല്ലാ റൈഡും അന്ന് വന്ന് എൻജോയ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഓർത്ത് ഞങ്ങളിങ്ങനെ നിൽക്കുമായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞ് നമ്മൾ ഷോപ്പിംഗ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ
അപ്പോൾ ഇക്കാക്ക് ബില്ല് പേ ചെയ്യുന്ന സമയത്ത് ഞാൻ വാവേനെ ഫീഡ് ചെയ്യിപ്പിച്ചിട്ടു. അത് കഴിഞ്ഞ് നമ്മൾ പുറത്തേക്ക് ഇറങ്ങി വന്നപ്പോഴാണ് അവിടെ പെറ്റ്സിൻ്റെ ഷോപ്പ് ഉണ്ടത്. അപ്പോൾ വാവേനെ കൊണ്ടുപോയി പെറ്റ്സിനെയും കാര്യങ്ങളൊക്കെ കാണിച്ചു കൊടുത്തു. അത് കഴിഞ്ഞിട്ടാണ് ഞാൻ ആലോചിക്കുന്നത്, കാരണം വാവക്ക് ഇൻസെക്ട്സും കാര്യങ്ങളൊക്കെ പറ്റുമെന്ന് നമുക്കറിയില്ലല്ലോ, കുഞ്ഞു വാവയില്ല. അപ്പം നമ്മൾ അധികം നേരം നിന്നില്ല, പെട്ടെന്ന് തന്നെ പോന്നു. ശരിക്കും ഷോപ്പിങ്ങിന് കുറേ സമയം എടുത്തിട്ട് പിന്നെ നമുക്ക് ഒരുപാട് സാധനങ്ങൾ വാങ്ങാൻ പറ്റില്ല, കാരണം വാവയുണ്ട്, ബൈക്കിനാണ് പോകുന്നത്. അപ്പോൾ ഒരുപാട് സാധനങ്ങൾ വാങ്ങിക്കഴിഞ്ഞാൽ വയ്ക്കാനുള്ള സ്പേസും കാര്യങ്ങളും ഇല്ലല്ലോ. വാവയുള്ളതുകൊണ്ട് കുറച്ചും കൂടെ പാടായിരിക്കും. അപ്പോൾ അത്യാവശ്യത്തിനുള്ള സാധനങ്ങളൊക്കെ വാങ്ങിയിട്ട് നമ്മൾ ലുലുവിൽ ഇറങ്ങി. പിന്നെ മെയിനായിട്ടുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഫുഡ് കഴിക്കാൻ മറന്നായിട്ട് വാവനെ ഓരോ കാര്യങ്ങൾ കാണിക്കുന്നതിൻ്റെ, ഫീഡ് ചെയ്യുന്നതിൻ്റെയും അതുപോലെ ഷോപ്പിങ്ങിൻ്റെ ഒക്കെ ഇടയിൽ നമ്മൾ ഫുഡ് കഴിക്കാൻ മറന്നേ പോയി. ഇക്കൊക്കെ പറഞ്ഞപ്പോഴാണ് ഞാനൊരു കാര്യം ഓർക്കുന്നത്. വീട്ടിൽ നിന്ന് പോകുന്നപ്പോൾ ഓരോ കാര്യങ്ങളും മൈൻഡിൽ ഫിക്സ് ആക്കിയിട്ടാണ് വന്നത്, പക്ഷെ എല്ലാ കാര്യങ്ങളും വിട്ടേ പോയി. പക്ഷെ അടിപൊളി യാത്രയാണ് കേട്ടോ. കാരണം ന്യൂ മോംസ് ആരെങ്കിലും യാത്ര പെൻഡിങ് ആക്കി വയ്ക്കുന്നവരുണ്ടെങ്കിൽ വാവനെയും കൊണ്ടുള്ള യാത്ര അടിപൊളിയായിട്ടുള്ള യാത്രയാണ്. നമ്മുടെ മൈൻഡിലേക്ക് അത് എപ്പോഴും നമ്മൾ ഓർത്തിരിക്കുന്ന ഒരു യാത്രയായിരിക്കും. അപ്പോൾ ധൈര്യമായിട്ട് പോയി വരാം, ഒരു പ്രശ്നം ഉണ്ടാവില്ല. പിന്നെ വണ്ടിയിലൊക്കെ പോകുന്നവരാണെങ്കിൽ ഈ ക്യാരി ബാഗ് മസ്റ്റായിട്ട് വാങ്ങിക്കോട്ടോ. അപ്പോൾ മീഷോയിലും കാര്യങ്ങളിലൊക്കെ റേറ്റ് കുറവുണ്ട്, ഷോപ്പിൽ നിന്ന് വാങ്ങുന്നതിനേക്കാളും റേറ്റ് കുറവ് നമുക്ക് ഓൺലൈനിൽ കിട്ടും. അപ്പോൾ ഞാൻ പെട്ടെന്നുള്ള ഒരു ഇതിൽ ഷോപ്പിൽ നിന്ന് വാങ്ങിയേ ഉള്ളൂ. അപ്പോൾ ധൈര്യമായി പോവാൻ പറ്റും. അപ്പോൾ വീഡിയോ വൈൻഡപ്പ് ചെയ്യുകയാണ്. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താഴെ ഒരു ബെല്ലൈക്കൺ ഉണ്ട്, അതിൽ ക്ലിക്ക് ചെയ്യുക. ഓക്കെ.